ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു സാമ്പത്തിക പതനത്തിലൂടെയാണ് ഇറാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്നത് വെറും മിസൈലുകളിലും ബോംബുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും അത് ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലായ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ നിശബ്ദമായി തകർക്കുമെന്നും ഇറാനിലെ നിലവിലെ സാഹചര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം രൂക്ഷമായതോടെ ഇറാനിലെ നഗരങ്ങളിൽ പുകയുന്നത് വെറും യുദ്ധക്കപ്പലുകളിലെ അവശിഷ്ടങ്ങൾ മാത്രമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗങ്ങൾ കൂടിയാണ്. വ്യവസായശാലകൾ അടച്ചുപൂട്ടുന്നു, ഇന്റർനെറ്റ് ലോകത്തിൽ നിന്ന് രാജ്യം വിച്ഛേദിക്കപ്പെടുന്നു, തുറമുഖങ്ങൾ ഉപരോധത്താൽ ശ്വാസം മുട്ടുന്നു. ഈ മൂന്ന് ഘടകങ്ങളും ഒത്തുചേർന്നപ്പോൾ ഇറാൻ നേരിടുന്നത് ഒരു സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയെയാണ്. ഇത് കേവലം ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് ഒരു പരിഷ്കൃത രാജ്യം എങ്ങനെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും കൂപ്പുകുത്തുന്നു എന്നതിൻ്റെ ദയനീയമായ നേർക്കാഴ്ചയാണ്. ഇറാനിലെ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സർക്കാർ തന്നെ നടപ്പിലാക്കിയ ഇന്റർനെറ്റ് നിരോധനമാണ്. ഒരു ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ രക്തധമനിയാണ് ഇന്റർനെറ്റ് എന്ന് നാം തിരിച്ചറിയുന്നത് അതില്ലാതാകുമ്പോൾ മാത്രമാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും ആഭ്യന്തര സുരക്ഷയ്ക്കുമായി സർക്കാർ ഏർപ്പെടുത്തിയ ഈ ഡിജിറ്റൽ ഇരുട്ടറ ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. ഇറാനിലെ വളർന്നുവരുന്ന IT മേഖലയും കൊമേഴ്സ് സ്ഥാപനങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഉദാഹരണത്തിന്, രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം പോലും തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ നിർബന്ധിതരായിരിക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാതെ സാധനങ്ങൾ ഓർഡർ ചെയ്യാനോ പണമിടപാടുകൾ നടത്താനോ സാധിക്കാത്ത അവസ്ഥ വന്നതോടെ ഡിജിറ്റൽ വിപണി നിശ്ചലമായി. വെറും വലിയ കമ്പനികൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി ചെറുകിട കച്ചവടം നടത്തിയിരുന്ന വീട്ടമ്മമാരും യുവാക്കളും ഇന്ന് വരുമാനമില്ലാതെ തെരുവിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്ലയൻറ്റുകൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഫ്രീലാൻസർമാർക്ക് ആശയവിനിമയം നടത്താൻ പോലും സാധിക്കാത്ത സാഹചര്യം അവരുടെ ജീവിതമാർഗം പൂർണ്ണമായും അടച്ചുകളഞ്ഞു. യുദ്ധം ശാരീരികമായി ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്കപ്പുറം ഇറാനിലെ വ്യവസായ മേഖലയെ തളർത്തുന്നത് വിഭവങ്ങളുടെ ദൗർലഭ്യമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ ഇറാനിലെ പ്രധാന പെട്രോ കെമിക്കൽ സ്റ്റീൽ പ്ലാന്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ നിർമ്മാണ മേഖലയുടെ അടിസ്ഥാനമാണ് സ്റ്റീലും ഇന്ധനവും. ഈ കേന്ദ്രങ്ങൾ തകർന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ തുറമുഖ ഉപരോധം കൂടി വന്നതോടെ ഇറാൻ ഒരൊറ്റപ്പെട്ട ദ്വീപായി മാറിക്കഴിഞ്ഞു. ഫാക്ടറികൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഫലമായി പടിഞ്ഞാറൻ ഇറാനിലെ വലിയൊരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ 800ഓളം ജീവനക്കാരിൽ 700 പേരെയും പിരിച്ചുവിടേണ്ടി വന്നു. വടക്കൻ മേഖലയിലെ മറ്റൊരു പ്രമുഖ ഫാക്ടറിയിൽ 500ലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പണ്ട് യന്ത്രങ്ങളുടെ ശബ്ദത്താൽ മുഖരിതമായിരുന്ന വ്യവസായ മേഖലകൾ ഇന്ന് ശ്മശാനമൂകമാണ്. അസംസ്കൃത വസ്തുക്കളുടെ അഭാവവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വിപണിയില്ലാത്തതും വ്യവസായികളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ സാധാരണക്കാരായ തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാർ എടുത്ത ചില തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. പണപ്പെരുപ്പത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ മിനിമം വേതനത്തിൽ 60% വർധനവ് പ്രഖ്യാപിച്ചു. കേൾക്കുമ്പോൾ ഇത് തൊഴിലാളികൾക്ക് ഗുണകരമാണെന്ന് തോന്നാമെങ്കിലും നിലവിലെ വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന കമ്പനികൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശമ്പളം നൽകാൻ പണമില്ലാത്ത സാഹചര്യത്തിൽ ഈ വർധനവ് നടപ്പിലാക്കുന്നതിന് പകരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനാണ് പല ഉടമകളും താൽപ്പര്യപ്പെടുന്നത്. ഒരു വശത്ത് സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു, മറുവശത്ത് ശമ്പളം നൽകാൻ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. ഈ വൈരുദ്ധ്യം ഇറാനിലെ തൊഴിൽ വിപണിയെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തുകയായിരുന്നു. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ പോലും ഇന്ന് കടക്കെണിയിലാണ്. സർക്കാർ സഹായങ്ങൾ പലപ്പോഴും അർഹരിലേക്ക് എത്തുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. സാമ്പത്തിക തകർച്ചയുടെ ഈ വേളയിൽ ഇറാനിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി കമ്പനികളോട് അഭ്യർത്ഥിച്ചത് ജീവനക്കാരെ പിരിച്ചുവിടുന്നത് പരമാവധി ഒഴിവാക്കാനാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇത്തരമൊരു അഭ്യർത്ഥനയുമായി മുന്നോട്ട് വരുന്നത് അവിടുത്തെ സാഹചര്യം എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ അജ്ഞതകൾ കൊണ്ടോ അഭ്യർത്ഥനകൾ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രതിസന്ധി. വിദേശ നിക്ഷേപം ഇല്ലാതാവുകയും ആഭ്യന്തര ഉൽപ്പാദനം തകരുകയും ചെയ്ത ഒരു രാജ്യത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യുവതലമുറയിലെ വലിയൊരു വിഭാഗം രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ അതിനും തടസ്സങ്ങളേറെയാണ്. ഇറാനിലെ മധ്യവർഗ കുടുംബങ്ങൾ പോലും ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യുദ്ധം എന്നത് വെറും അതിർത്തികളിലെ പോരാട്ടങ്ങളല്ലെന്നും അത് ഒരു ജനതയുടെ അടുക്കളകളെയും സ്വപ്നങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതും ഇറാന്റെ ഈ അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ലോകത്ത് ഇന്റർനെറ്റ് നിരോധനം ഒരു ജനതയെ എത്രത്തോളം പിന്നോട്ട് നയിക്കുമെന്നത് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ താൽപ്പര്യങ്ങളും സൈനിക നീക്കങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് എന്നും സാധാരണക്കാരായ തൊഴിലാളികളും ചെറുകിട സംരംഭകരുമാണ്.
ഇറാനിലെ ഫാക്ടറികളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് മുന്നിൽ ഇന്ന് ഒരു ഇരുട്ട് മാത്രമാണുള്ളത്. ആഗോള സമൂഹം ഈ സാമ്പത്തിക ദുരന്തത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ചുരുക്കത്തിൽ സൈനികമായ ആക്രമണങ്ങളെക്കാൾ മാരകമായ സാമ്പത്തിക ആയുധങ്ങളാണ് ഇറാനെ ഇന്ന് തളർത്തുന്നത്. ഉപരോധങ്ങളും ഡിജിറ്റൽ വിച്ഛേദിക്കലുകളും ഒരു രാജ്യത്തെ ആഭ്യന്തരമായി തകർക്കാൻ എത്രത്തോളം പ്രാപ്തമാണെന്ന് ഇവിടെ തെളിയുന്നു. യുദ്ധം അവസാനിച്ചാൽ പോലും തകർന്നടിഞ്ഞ ഈ സാമ്പത്തിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. ഇറാനിലെ ഈ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്. സമാധാനമില്ലാത്ത ഒരിടത്തും പുരോഗതിക്ക് സ്ഥാനമില്ല. രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും വിപണികൾ തുറക്കുകയും ചെയ്യാതെ ഇറാനിലെ ഈ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും പരിഹാരമുണ്ടാകില്ല. വരും തലമുറയ്ക്ക് മുന്നിൽ ഒരു വലിയ ശൂന്യതയാണ് ഈ യുദ്ധം അവശേഷിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഇറാൻ എങ്ങനെ കരകയറുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു പരീക്ഷണമായി അങ്ങനെ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.